നമസ്കാരം. നിളയുടെ തീരങ്ങളിലെ മറ്റൊരു പുരാതന ക്ഷേത്രവിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിലെ 32 തളിക്ഷേത്രങ്ങളിൽ ഒന്നും സാമൂതിരിയുടെ 18 തളിക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട തളിക്ഷേത്രവുമാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ ഓങ്ങല്ലൂരിനടുത്ത് മഞ്ഞളങ്കല്ലൂർ എന്ന മഞ്ഞളുങ്ങലിൽ സ്ഥിതി ചെയ്യുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ മനോഹരമായ പ്രകൃതിയിൽ അലിഞ്ഞു നിൽക്കുന്ന തളി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. നല്ല വലിപ്പവും നീളവുമുള്ള ശിവലിംഗ പ്രതിഷ്ഠ. 2 നിലയിലുള്ള ശ്രീകോവിലിൽ തേവർ കിഴക്കോട്ട് ദർശനം നൽകുന്നു. ഉപദേവന്മാരായി അയ്യപ്പനും അഷ്ടമിത്തേവരും ഗണപതിയും ദക്ഷിണാമൂർത്തിയും കുടികൊള്ളുന്നു. ഇതിൽ ഗണപതിയും ദക്ഷിണാമൂർത്തിയും തെക്കോട്ട് ദർശനം നൽകുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പേരാമംഗളൂർ മന, പാലക്കാട് മന, പുലാശ്ശേരി മന, എരണ്ടപ്പുറത്തുകാട് മന, തമാനൂർ മന എന്നിവരാണ് ക്ഷേത്രം ട്രസ്റ്റികൾ. ഓങ്ങല്ലൂർ മഹാഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ കീഴേടം ആണ്. പച്ച പുതച്ച് നിൽക്കുന്ന ഭൂമിയിൽ തളിക്ഷേത്രം തലയുയർത്തി നിൽക്കുന്ന കാഴ്ച മനോഹരം തന്നെയാണ്. സാക്ഷാൽ മഹാദേവൻ തലയുയർത്തി നിൽക്കുന്നത് പോലെ. വലിയ ബലിക്കല്ലും പഴമ എടുത്തു പറയാവുന്ന ചുറ്റമ്പലവും കരിങ്കല്ലും വെട്ടുകല്ലും കൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലും ഒരു അത്ഭുതം തന്നെയാണ്. മുഖമണ്ഡപവും ശ്രീകോവിലും ഇവിടെ ഒരുമിച്ചാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള കൊത്തുപണികൾ വാസ്തുവിദ്യയുടെ വിദഗ്ധ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. നമസ്കാരം. ഞാൻ തളി മഹാദേവ ക്ഷേത്രം മഞ്ഞളുങ്ങിലത്തെ മേശാന്തി അപ്പുനമ്പൂതിരിയാണ്. അമ്പലം 2000 വർഷം പഴക്കമുള്ള അമ്പലമാണ്.
പിന്നെ പ്രത്യേകിച്ച് വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 108 കുടം അഭിഷേകം, പിന്നെ ഗണപതി ഭഗവാന് അപ്പം മൂടൽ, അങ്ങനെ വിശേഷാൽ വഴിപാടുകൾ, പുഷ്പാഞ്ജലി, സാധാരണ ശിവൻ്റെ അമ്പലങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകൾ എല്ലാം തന്നെ ഇവിടെയും നടത്തുന്നതാണ്. ക്ഷേത്രം പാർവതി സമേതനായിരിക്കുന്ന ശിവനാണോ അതോ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഈ ശിവതാണ്ഡവം സതി അനുഷ്ഠിച്ചതിന് ശേഷം ശിവതാണ്ഡവ സമയത്ത് പ്രതിഷ്ഠയാണെന്നാണ് പറയപ്പെടുന്നത്. മറ്റേ പാർവതി സമേതനല്ലെങ്കിലും പാർവതിയുടെ സാന്നിധ്യം എങ്ങനെയാലും ഉണ്ടാവുമല്ലോ. സാധാരണ പാർവതി സാന്നിധ്യനാണ്, പക്ഷെ പാർവതി സമേതനായിട്ടുള്ളതല്ല. ദുർഗയ്ക്കാണ് ഇവിടെ വിളക്ക് വയ്ക്കുന്നത്. പിന്നെ പിൻവിളക്കാണ് പാർവതി സാന്നിധ്യത്തിന്റെ ഏറ്റവും ഇത്. പിൻവിളക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ പാർവതിയുടെ ആണല്ലോ, ശിവന്റെ പിൻഭാഗത്ത് വയ്ക്കുന്ന വിളക്ക്. അങ്ങനെയാണ് അത് സങ്കല്പം നടത്തുന്നത്. പിന്നെ അതുപോലെ താണ്ഡവം, ശിവൻ ആ സതി അനുഷ്ഠിച്ച താണ്ഡവ സമയത്ത് പ്രതിഷ്ഠയാണ്. അപ്പം അത്രയും രൗദ്രായിട്ടുള്ള ഭാവമാണ് നൃത്തം. അത് നമ്മൾ ധാരാഭിഷേകങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ട് കുറയ്ക്കുകയാണ് വേണ്ടത്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രാധാന്യമുള്ളത്. അത് തന്നെയാണ് നൃത്തം. ആ ഒരു 18 തളി എന്ന് പറയും. തളിയാതിരിമാർ എന്നൊരു സമുദായം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പണ്ട്. അവര് ചില ഭൂതത്താന്മാർ പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നുണ്ട്. അത് 2-3 പക്ഷങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ അങ്ങനെ ഒരു തളിയോല ഗ്രന്ഥങ്ങളോ ഒന്നുമില്ല നൃത്തം. അതൊക്കെ നശിച്ചു പോയിരുന്നു പണ്ടല്ല. ഉപദേവനായിട്ട് ദക്ഷിണാമൂർത്തി ഉണ്ട്. അതെന്താ വെച്ചാൽ പ്രാധാന്യം ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ശുഗപുരം ഗ്രാമക്കാരാണ്. ഈ ശുഗപുരത്ത് മാത്രമേ ഈ ദക്ഷിണാമൂർത്തി ഉള്ളൂ ശരിക്കും പ്രാധാന്യമുള്ളത്. ഇവിടെയും ദക്ഷിണാമൂർത്തി ഉണ്ട്. പിന്നെ അതുപോലെ ഗണപതി ഉണ്ട്. പിന്നെ അഷ്ടമി തേവരെ പറയും. അത് അഷ്ടമി ദിവസം മാത്രം ആണ് അവിടുത്തെ പ്രാധാന്യം. അഷ്ടമി വാരമൊക്കെ നടത്തിയിരുന്നു പണ്ട്, പഴയ കാലം മുമ്പ്. ഈ വാരം ആഘോഷമായിട്ട് നടത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഇതേ ചൈതന്യം തന്നെയാണ് താഴത്തെ അഷ്ടമി തേവർക്ക് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അവിടെ എല്ലാ വഴിപാടുകളും ഈ മറ്റേ മെയിൻ ശിവന്റെ പ്രതിഷ്ഠ അതേ ചൈതന്യം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അത് അഷ്ടമി വാരത്തിലാണ് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. വളരെ പണ്ട് ഭയങ്കര പ്രസിദ്ധമായിട്ട് തന്നെ നടത്തിയിരുന്നു എന്നാണ് നടത്തപ്പെടുന്നു എന്നാണ് പറയുന്നത്. അറിയില്ല, എനിക്ക് പറയുന്നത് കേട്ട വിവരങ്ങളാണ്. പിന്നെ ഇവിടെയും ഗണപതി തെക്കോട്ട് തിരിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഗണപതി പ്രതിഷ്ഠ പറഞ്ഞാൽ ഉപദേവനായിട്ടാണ് ശരിക്കും ഇരിക്കേണ്ടത്, വേറെ പുറത്ത്. പക്ഷെ ഇവിടങ്ങളിൽ ചില അമ്പലങ്ങളിൽ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഉള്ളിൽ തന്നെയാണ് മെയിൻ പ്രതിഷ്ഠയായിട്ട് തന്നെ, എന്നാൽ ഉപദേവനായിട്ടാണ് ഇനി ഇരിക്കുന്നത്. അപ്പോൾ വഴിപാടുകൾ പ്രാധാന്യം ഉണ്ടാവാം, ഗണപതിക്കും ഉണ്ടാവാം, ദക്ഷിണാമൂർത്തിക്കും ഉണ്ടാവാം എന്നർത്ഥം. മറ്റുള്ള ഉപദേവന്മാരെക്കാളും പ്രാധാന്യം ഉണ്ടാവാം. അതുകൊണ്ടാവും ഈ ചിറ്റിൽ തന്നെയാണ് വെച്ചിരുന്നത് ശരിക്കും. പുറത്ത് അയ്യപ്പൻ അത് പിന്നെ പടുത്തു വന്നതാണ്. അത്ര കാലപ്പഴക്കം ഉണ്ടാവില്ല അതിന്. ഈ 2000 വർഷം എന്നൊക്കെ പറയണ അത്രയും കാലപ്പഴക്കം ഉണ്ടാവില്ല എന്നർത്ഥം. അത് പടുത്തു വന്ന പ്രതിഷ്ഠകളിൽ പെട്ടതാവാം. ഒന്നും അറിയില്ല, അതൊക്കെ അറിയാം. ഓരോരുത്തർ പറയണം, നമുക്കൊന്നും ഒരു ഇതും ഇല്ല എന്നർത്ഥത്തില്. അത് അങ്ങനെയാണ് പറയപ്പെടുന്നതെന്ന്. അതും അതിൽ മുമ്പേണോ പിന്നെയാണോ എന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ കാരണവന്മാരെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ അവർ തന്നെ ഒരു 10, 100, 200 വർഷം അതിലും കൂടുതൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അത്രയാണ് പറയപ്പെടുക, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയില്ല. വെച്ചാൽ ഇവിടെ ഏറ്റവും കാരണം വയസ്സായവർ വന്നാൽ തന്നെ അവര് പറയുന്നത് ഞങ്ങളും ഇതേപോലെ അറിയപ്പെടുന്നു, അത്രയും അർത്ഥം. കാലപ്പഴക്കം ഉണ്ടാവും. ഇതാക്കാൻ പറ്റില്ല. വെച്ചാൽ ഈ കരിങ്കല്ലടക്കം ദ്രവിച്ചിട്ട് പൊടിയായിരുന്നു. അത്രയും കരിങ്കല്ലിൽ തറ ഇരുന്നു നഷ്ടം. തറ നിരപ്പ് ഇരുന്നു ശരിക്കും പൊടിഞ്ഞിട്ട്. അതെ അതാണ്. അപ്പം അത്രയും പ്രാധാന്യമുള്ളതാണ് ശരിക്കും. അതിപ്പോൾ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ഒരു ഉൾഗ്രാമവും ഉൾപ്രദേശമൊക്കെ ആവുകൊണ്ട് അത്രയും പ്രസിദ്ധമല്ല, അത്ര തന്നെ ഉള്ളൂ എന്ന്. അതാണ് പറയാൻ. എന്നാൽ ശിവന് ശരിക്ക് താണ്ഡവ സമയത്ത് പ്രതിഷ്ഠയാണ്. അത്രയും രൗദ്രഭാവമുണ്ട്. അത് ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നല്ല ഇതന്നെ.
ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെ: 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞു വന്ന പരശുരാമൻ പാപഭാരങ്ങൾ തീർക്കുന്നതിനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയി ധാരാളം പ്രതിഷ്ഠ നടത്തിയെന്നും അതിലൊന്നാണ് തളി ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. പ്രതിഷ്ഠയുടെ പഴക്കം പരശുരാമൻ്റെ ഐതിഹ്യത്തിൽ പറയുന്ന കേരളോൽപത്തിയുടെ കാലം മുതൽ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ക്ഷേത്രത്തിലെ ബലിക്കല്ലും ശ്രീകോവിലിൻ്റെ പടികളും ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. കരിങ്കല് ദ്രവിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കാലപ്പഴക്കം ആലോചിച്ചു നോക്കുക. 2000 വർഷം പഴക്കം ക്ഷേത്രത്തിന് ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും മഹാദേവ ചൈതന്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രഭൂമി ഏതൊരു ഭക്തനെയും വിസ്മയത്തിൻ്റെ നെറുകയിലെത്തിക്കും. ശ്രീ തളി മഹാദേവ ക്ഷേത്ര വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ക്ഷേത്ര വിസ്മയവുമായി നിളയുടെ തീരങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തും. നന്ദി, നമസ്കാരം. രേണു രന രന